ലോകമെമ്പാടുമുള്ള കായിക പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പടിവാതിക്കൽ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ കരിനിഴൽ വീഴ്ത്തുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുത യുദ്ധത്തിലേക്ക് നീങ്ങിയതോടെ ആഗോള സാമ്പത്തിക ഗതാഗത മേഖലകളിൽ ഉണ്ടായ ചലനങ്ങൾ IPLനെ ബാധിക്കുമോ എന്ന ആശങ്ക ശക്തമായിരിക്കുന്നു. എന്നാൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ടൂർണമെന്റ് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഉറച്ച നിലപാടിലാണ് BCCI. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽപാതയായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്തത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ലോകത്തിലെ എണ്ണവാതക വ്യാപാരത്തിന്റെ ഏറിയ പങ്കും കടന്നു പോകുന്ന ഈ പാത തടസ്സപ്പെട്ടതോടെ ഇന്ത്യയിലേക്കുള്ള LPG ഇറക്കുമതിയെ അത് സാരമായി ബാധിച്ചു. സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ പ്രധാനമായും പാചകവാതകം ഇറക്കുമതി ചെയ്യുന്നത്. ഈ വിതരണം ശൃംഖലയിൽ ഉണ്ടാക്കിയ വിള്ളൽ ഇന്ത്യയിൽ ഒരു ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമാകുമോ എന്ന പേടിയും നിലനിന്നിരുന്നു. IPL പോലൊരു ബൃഹത്തായ മാമാങ്കം നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് താമസവും ഭക്ഷണവും ഒരുക്കുന്ന ഹോട്ടലുകൾക്ക് ഈ വാതകക്ഷാമം വലിയ വെല്ലുവിളിയാകുമെന്ന് നിരീക്ഷകർ കരുതിയിരുന്നു. IPL വേദികളിലെ സൗകര്യങ്ങളെ ഇന്ധന പ്രതിസന്ധി ബാധിക്കുമെന്ന വാർത്തകൾ പരന്നതോടെ IPL ഗവേണിംഗ് കൗൺസിൽ അടിയന്തരമായി ഇടപെട്ടു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് BCCIയുടെ ഔദ്യോഗിക വിശദീകരണം. ടൂർണമെന്റിന് ആവശ്യമായ ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ ഹോട്ടലുകളുമായും പ്രാദേശിക ഭരണകൂടങ്ങളുമായും BCCI കരാറുകളിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും BCCI സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയെ ബാധിക്കുമെങ്കിലും IPL ബഡ്ജറ്റിനെ അത് തളർത്തില്ലെന്ന് സംഘാടകർ വിശ്വസിക്കുന്നു. IPLനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ധന പ്രതിസന്ധിയല്ല, മറിച്ച് വിദേശ താരങ്ങളുടെ യാത്രയാണ്. പശ്ചിമേഷ്യയിലെ വ്യോമപാതകൾ യുദ്ധഭീതിയെ തുടർന്ന് അടയ്ക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്നത് വിമാന സർവീസുകളെ താളം തെറ്റിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ സാധാരണയായി ദുബായ് വഴിയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. എന്നാൽ ദുബായ് വിമാനത്താവളത്തിലെ സർവീസുകൾ നിയന്ത്രിക്കപ്പെട്ടത് ഇവരുടെ വരവ് വൈകിപ്പിച്ചേക്കും. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള കഗിസോ റബാഡ, ഇംഗ്ലണ്ടിൽ നിന്നുള്ള ജോസ് ബട്ട്ലർ തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ യാത്രാ പ്ലാനുകളിൽ അവസാന നിമിഷം മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നതിനാൽ ഓസ്ട്രേലിയൻ, ന്യൂസിലൻഡ് താരങ്ങൾക്ക് നിലവിൽ വലിയ യാത്രാ പ്രശ്നങ്ങളില്ല. IPL വെറും ഒരു കായിക മത്സരം മാത്രമല്ല, വലിയൊരു വിനോദസഞ്ചാര വിപണി കൂടിയാണ്. ഇന്ധനവില വർധനവും പാചകവാതക ക്ഷാമവും ഹോട്ടൽ നിരക്കുകൾ ഉയർത്താൻ കാരണമായേക്കാം. സ്റ്റേഡിയങ്ങളിലേക്ക് കാണികളെ എത്തിക്കുന്ന ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളെയും ഇത് ബാധിക്കാം. എങ്കിലും വലിയ സ്പോൺസർഷിപ്പ് കരാറുകളുള്ള IPLന് ഇത്തരം ചെറിയ സാമ്പത്തിക ഉലച്ചിലുകളെ അതിജീവിക്കാൻ ശേഷിയുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ആഗോള കായിക രംഗത്തെ തന്നെ ബാധിക്കും. IPL ഇന്ത്യയിൽ നടക്കുന്നുവെന്നത് ഒരു പരിധിവരെ സുരക്ഷിതത്വമാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ടീമുകളെയും സാങ്കേതിക വിദഗ്ധരുടെയും വരവ് തടസ്സപ്പെടുത്തുന്ന സംരക്ഷണത്തിന്റെ ഗുണനിലവാരത്തെ ബാധിച്ചേക്കാം. ഇത്തരം വെല്ലുവിളികൾ മുൻകൂട്ടി കണ്ട് ബാക്കപ്പ് പ്ലാനുകൾ BCCI തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ വെല്ലുവിളികൾക്കിടയിലും IPL ആവേശം ഒട്ടും ചോരാതെ സംഘടിപ്പിക്കാനാണ് BCCIയുടെ നീക്കം. വിദേശ താരങ്ങൾ എത്താൻ വൈകുകയാണെങ്കിൽ ഇന്ത്യൻ താരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകുന്ന രീതിയിലുള്ള ടീം കോമ്പിനേഷനുകളെ കുറിച്ചും ഫ്രാഞ്ചൈസികൾ ആലോചിക്കുന്നുണ്ട്. ടാറ്റ പോലുള്ള വമ്പൻ സ്പോൺസർമാരുടെ പിന്തുണയുള്ളതിനാൽ സാമ്പത്തികമായി ടൂർണമെന്റ് സുരക്ഷിതമാണ്. യുദ്ധവും സാമ്പത്തിക പ്രതിസന്ധിയും കായിക ലോകത്തിന് എപ്പോഴും ഭീഷണിയാണ്. എങ്കിലും ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതിന്റെ സംഘടനാ മികവ് കൊണ്ട് ഇത്തരം പ്രതിസന്ധികളെ ഇതിനു മുൻപും അതിജീവിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ കാർമേഘങ്ങൾ ഒഴിഞ്ഞു മാറുമെന്നും ക്രിക്കറ്റ് പ്രേമികൾക്ക് തടസ്സമില്ലാതെ IPL ആസ്വദിക്കാൻ കഴിയുമെന്നുമാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. BCCIയും ഗവേണിംഗ് കൗൺസിലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കണമെന്ന് ആവർത്തിക്കുമ്പോഴും വിദേശ താരങ്ങളുടെ കൃത്യസമയത്തുള്ള വരവ് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന പ്രധാന കടമ്പ. വരും ദിവസങ്ങളിലെ നയതന്ത്ര ചർച്ചകളും പശ്ചിമേഷ്യയിലെ ശാന്തതയും IPLന്റെ വിജയത്തിൽ നിർണായകമാകും. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്കിടയിലും IPL താരങ്ങളുടെ യാത്ര സുരക്ഷിതമാക്കാൻ BCCIയും വിവിധ ഫ്രാഞ്ചൈസികളും അതീവ ജാഗ്രതയിലാണ്. ദുബായ്, ഖത്തർ തുടങ്ങിയ പ്രധാന കണക്ടിവിറ്റി പോയിന്റുകളിൽ വ്യോമപാത നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ താരങ്ങളെ സിംഗപ്പൂർ അല്ലെങ്കിൽ തായ്ലൻഡ് വഴി ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകളും ഫ്രാഞ്ചൈസികൾ പരിശോധിക്കുന്നുണ്ട്. ലണ്ടനിൽ നിന്നുള്ള താരങ്ങൾക്കായി ചില ടീമുകൾ നേരിട്ടുള്ള വിമാന സർവീസുകളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. യുദ്ധ സാഹചര്യങ്ങൾ കാരണം വിമാനങ്ങൾ വഴിതിരിച്ചു വിടേണ്ടി വരുന്നത് യാത്രാ സമയം 3 മുതൽ 5 മണിക്കൂർ വരെ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കൻ താരങ്ങളിൽ പലരും നിലവിൽ ചാർട്ടേഡ് വിമാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. BCCI പ്രത്യേക ഗ്രീൻ ചാനൽ സൗകര്യം താരങ്ങൾക്കായി ഒരുക്കുന്നതിനെ കുറിച്ച് വിദേശകാര്യ മന്ത്രാലയവുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. നിലവിൽ മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിലെ ക്യാമ്പുകളിൽ താരങ്ങൾ എത്തിച്ചേരുന്നുണ്ടെങ്കിലും ഇന്ധന പ്രതിസന്ധി ഭയന്ന് ടീമുകളുടെ ആഭ്യന്തര യാത്രകൾക്കായി സ്വകാര്യ ബസ്സുകൾക്കും വിമാനങ്ങൾക്കും ആവശ്യമായ ഇന്ധനം മുൻകൂട്ടി ഉറപ്പാക്കിയിട്ടുണ്ട്. വിദേശ താരങ്ങളുടെ സുരക്ഷയും സമയക്രമവും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഓരോ ടീമിനും പ്രത്യേക ലോജിസ്റ്റിക്സ് മാനേജർമാരെയും BCCI നിയോഗിച്ചു കഴിഞ്ഞു.